ദാ ഈ ഒരു സാധനം കഴിക്കാൻ കൊതി വന്നിട്ട് ഞാനിതുണ്ടാക്കാനായിട്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല. അല്പം കഷ്ടപ്പെട്ടാൽ എന്താ, ഒടുവിൽ ഇതെല്ലാം വർത്തായില്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടണമെന്ന്. അതെ, ഈ ഭക്ഷണയില കിട്ടാത്തവർ കഷ്ടപ്പെടാതെ ഇത് കിട്ടൂലല്ലോ. അങ്ങനെ ഞാൻ ലൊക്കേഷനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ തനിയെ അവരുടെ പറമ്പിലേക്ക് പോയേക്കുക. കുറച്ച് മുന്നേ കണ്ടത് ലക്ഷ്മി ടീച്ചറാണ്, എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറമ്പിൽ പോയി എത്ര നോക്കിയിട്ടും സംഭവം ഇവിടെയൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങോട്ട് വന്ന വഴിക്ക് റംബൂട്ടാൻ നല്ല പഴുത്ത് കിടക്കുന്നു. എങ്കിൽ പിന്നെ 2 റംബൂട്ടാൻ പറിച്ച് അകത്താക്കുക. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഒരുപാട് കഴിക്കാൻ പറ്റൂല, എനിക്ക് തലവേദന, കഫക്കെട്ട് കൂടിയിട്ട് തലവേദന വരും. അതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിൽ ഒതുക്കി. അങ്ങനെ റംബൂട്ടാനും കൊണ്ട് തൃപ്തിയടഞ്ഞ് ഇല കിട്ടാത്ത നിരാശയിൽ ഞാൻ തിരിച്ച് വീണ്ടും ലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്തോട്ട് തന്നെ വന്നു കേട്ടോ. എന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു ഇല കൊണ്ടുതരാമെന്ന്. പറഞ്ഞതുപോലെ തന്നെ ആൾ വാക്ക് പാലിച്ചു. പക്ഷേ കൊണ്ടു തന്ന ഇല ഫുള്ള് ചൊറി പിടിച്ച കണക്കത്തെ ഇലയാണ്. എന്നാൽ ഈ ഇല കണ്ടിട്ട് എനിക്കത്ര സംതൃപ്തി വരാത്ത കൊണ്ടിട്ട് ഞാൻ വീണ്ടും പുള്ളിക്കാരിയെ തന്നെ ചട്ടം കെട്ടി, നമുക്ക് തിരിച്ചു പോയി ഇല പറിച്ചാലോ. അങ്ങനെ ഓക്കെ വരാമെന്ന് സമ്മതിച്ച് ഞങ്ങൾ രണ്ടും കൂടെ തിരിച്ച് വീണ്ടും പറമ്പിലേക്ക് തന്നെ പോയി. പോകുന്ന വഴിക്ക് ലക്ഷ്മിക്കുട്ടിയെ ഒന്ന് ഓമനിച്ചേച്ച് പോകാമെന്ന് വിചാരിച്ച് ലക്ഷ്മിക്കുട്ടിക്ക് പുള്ളിക്കാരി ഒരു ഉമ്മയൊക്കെ എടുത്ത് അങ്ങനെ ലക്ഷ്മിക്കുട്ടി ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അവസാനം നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേർന്നു. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഇലകളെല്ലാം പറിച്ചു തന്നെ. ഒരുപാട് പറിച്ചൊന്നുമില്ല, കാരണം എനിക്ക് ഒത്തിരി വേണ്ട, കുറച്ച് ഇല മതിയായിരുന്നു. അപ്പോൾ കുറച്ച് പറിച്ചു തന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ നല്ല പഴുത്ത പേരയ്ക്ക കണ്ടു. അപ്പോൾ പിന്നെ പേരയ്ക്കയും കൂടെ പറിച്ചകത്താക്കാമെന്ന് കരുതി. നല്ല അടിപൊളി പേരയ്ക്ക കേട്ടോ. അങ്ങനെ പേരയ്ക്കയും പറിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ. അപ്പോൾ എനിക്ക് വയറ് ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പേരയ്ക്ക വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ടീച്ചർ തന്നെ പേരയ്ക്ക കഴിച്ചു. അങ്ങനെ പേരയ്ക്ക കഴിക്കുന്നതിൻ്റെ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്കും പൊട്ടനീച്ചയുടെ കുത്തു കിട്ടി കേട്ടോ. അപ്പോൾ കുറേ കുത്തും കിട്ടി, ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടും അവിടെ ഇച്ചിരി നേരം ഇരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി വേഗം തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് ഞാലിപ്പൂവനല്ല, പാളയംതോടൻ്റെ പഴം ഉണ്ടായിരുന്നു, അതും ശർക്കര ഉരുക്കിയതും കൂടി ചേർത്തിട്ട് വേഗം തന്നെ ഉണ്ടാക്കി. എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഭക്ഷണയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചു. അതിനുശേഷം വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാരി വന്നുകൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.